ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എൻസൈംസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബയോമോളിക്യൂൾസിലെ എൻസൈം എന്ന പോർഷൻ. അതിൽ നമ്മൾ എൻസൈമിനെ കുറിച്ച്, എൻസൈമിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എൻസൈമിൻ്റെ നേച്ചർ ഓഫ് എൻസൈം ആക്ഷനാണ് പഠിക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് എൻസൈം ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എൻസൈംസ് സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ, അല്ലേ? സബ്സ്ട്രേറ്റ് മോളിക്യൂൾസുമായിട്ട് ചേർന്നിട്ട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആളാണ് എൻസൈംസ്. അപ്പോൾ അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, എൻസൈമിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ ആണ് പറയുന്നത്. ഈച്ച് എൻസൈം, നമ്മളതിനെ എൻസൈംസിനെ ഇ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ സബ്സ്ട്രേറ്റിനെ എസ് എന്നും പ്രോഡക്റ്റിനെ പി എന്നും പറയും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എൻസൈമിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതിയിരിക്കുകയാണ്. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഈ ഇ എസ് എന്ന് ഉദ്ദേശിക്കുന്ന എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് ഒരു കോംപ്ലക്സ് ഉണ്ടാകും. ഈ കോംപ്ലക്സ് കൺവേർട്ട് ചെയ്തിട്ട് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറും. ഇപ്പോൾ ഈ എൻസൈം സബ്സ്ട്രേറ്റ് എന്നുള്ളത് ഈ സബ്സ്ട്രേറ്റിൻ്റെ ട്രാൻസിഷൻ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടാണ് എൻസൈം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാകുകയും സൂൺ ഇറ്റ് ഡിസോസിയേറ്റ് ടു ഫോം എൻസൈം ആൻഡ് പ്രോഡക്റ്റ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്നും, അത് പിന്നീട് ട്രാൻസിഷൻ നടന്ന് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആകുകയും പിന്നെ അത് ഡിസോസിയേറ്റ് ചെയ്ത് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറും. ഈച്ച് enzyme has a substrate binding site in its molecule so that a highly reactive enzyme substrate complex is produced. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻസൈമിന് ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടായിരിക്കും. ആ ആക്റ്റീവ് സൈറ്റിലാണ് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുകയും അങ്ങനെയാണ് ആ എൻസൈം എന്ത് ചെയ്യുന്നത്, എൻസൈമിൻ്റെ റേറ്റ് ഓഫ് ആ റിയാക്ഷനെ സ്പീഡ് കൂട്ടുകയും ചെയ്യുകയും എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നത്. ദിസ് കോംപ്ലക്സ് ഈസ് ഷോർട്ട് ലീവ്ഡ് ആൻഡ് ഡിസോസിയേറ്റ് ഇൻ ടു ഇറ്റ്സ് പ്രോഡക്റ്റ് ആൻഡ് ദ അൺചേഞ്ച്ഡ് എൻസൈം വിത്ത് ആൻ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ ഓഫ് ദ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ്. അപ്പോൾ ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ് ഷോർട്ട് ലീവ്ഡ് ആണ്, കുറച്ച് നേരത്തേക്കിനെ നിൽക്കത്തുള്ളൂ. ഉടൻ തന്നെ അത് കൺവേർട്ട് ചെയ്ത് മറ്റൊരു കോംപ്ലക്സ് ആയിട്ട് മാറും, ഒരു എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയിട്ട് മാറുകയും പിന്നീട് ഇറ്റ് ഡിസോസിയേറ്റ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, പ്രോഡക്റ്റും എൻസൈമിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ മാറുന്നു. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവുന്നു. ദിസ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഈസ് ട്രാൻസ്ഫോം ടു ആൻ ഇൻ്റർമീഡിയറ്റ്, ഇടയ്ക്കുള്ള ഒരു സ്ട്രക്ചറാണ് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഉണ്ടാകുകയും സൂൺ ഇറ്റ് ഡിസോസിയേറ്റ് ടു ഫോം എൻസൈം ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയും. ദ കാറ്റലിറ്റിക് സൈക്കിൾ ഓഫ് ആൻ എൻസൈം ആക്ഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം, എഴുതിയും വെച്ചിരിക്കണം. ഫസ്റ്റ്, ദ സബ്സ്ട്രേറ്റ് ബൈൻഡ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ഫിറ്റിംഗ് ഇൻ ടു ദ ആക്റ്റീവ് സൈറ്റ്, അല്ലേ? സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു, ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്നു. ദ ബൈൻഡിങ് ഓഫ് സബ്സ്ട്രേറ്റ് ഇൻഡ്യൂസസ് ദ എൻസൈം ടു ഓൾട്ടർ ഇറ്റ് ഷേപ്പ് ഫിറ്റിംഗ് മോർ ടൈറ്റ്ലി അറൗണ്ട് ദ സബ്സ്ട്രേറ്റ്. ഓൾറെഡി നമുക്കറിയാം എൻസൈം എന്ന് പറയുന്ന പ്രോട്ടീനാണ്, ടെർഷറി സ്ട്രക്ചറിലിരിക്കുന്ന പ്രോട്ടീനാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം സിംബോളിക്കലായിട്ട് അല്ലെ ഡയഗ്രാമാറ്റിക്കായിട്ട് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. എൻസൈം ഇങ്ങനെയാണോ ഇരിക്കുന്നത് നമുക്കറിയാം. ഇറ്റ് ഈസ് ടെർഷറി, അല്ലേ? നൂല് പോലെ ചുരുണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള പോക്കറ്റ്സിനുള്ളിലാണ് ഈ സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്ന് അറ്റാച്ച് ചെയ്യുമ്പം എൻസൈമിൻ്റെ ഘടനയിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. അതായത് കാരണം ഈ സബ്സ്ട്രേറ്റിനെ അതിൽ ബൈൻഡ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ ഷേപ്പിനെ ചേഞ്ച് ചെയ്യും. ഫിറ്റിംഗ് മോർ ടൈറ്റ്ലി ദ സബ്സ്ട്രേറ്റ്. ഈ സബ്സ്ട്രേറ്റ് ഇതിനുള്ളിൽ ടൈറ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ രീതിയിൽ ഈ എൻസൈം അതിൻ്റെ ഷേപ്പ് മോഡിഫൈ ചെയ്യും, അല്ലെ ഓൾട്ടർ ചെയ്യും, ചേഞ്ച് ചെയ്യും. കാരണം അതിന് മോഡിഫൈ ചെയ്യാൻ പറ്റും, അത് ടെർഷറി സ്ട്രക്ചറിൽ ഇരിക്കുന്നതാണ്, അല്ലേ? അതാണ് പറഞ്ഞത്.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ബ്രേക്ക് ദ കെമിക്കൽ ബോണ്ട് ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ദ ന്യൂ എൻസൈം പ്രോഡക്റ്റ് ഈസ് ഫോംഡ്. അങ്ങനെ ഇതിവിടെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഇവ തമ്മിൽ ഇത് അറ്റാച്ച്ഡ് ആണ് അല്ലേ, അതിൻ്റെ തമ്മിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ആര്? എൻസൈം അതിന് സഹായിക്കുകയും ഫൈനലി ഒരു ന്യൂ പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലേ. ന്യൂ സ്ട്രക്ചർ എന്ന് പറയുന്നത് എൻസൈം പ്രോഡക്റ്റ് ഈസ് ഫോംഡ്. Then the enzyme releases the product of the reaction and the free enzyme is ready to bind another molecule of the substrate and run through the catalytic cycle once again. നോക്കിയേ, ഇവിടെ എൻസൈം പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാകുകയും ആ പ്രോഡക്റ്റ് കോംപ്ലക്സ് പെട്ടെന്ന് തന്നെ ഡിസോസിയേറ്റ് ചെയ്ത് അതിനെ ഈ സബ്സ്ട്രേറ്റിനെ എന്താക്കി മാറ്റിയിരിക്കും? പ്രോഡക്റ്റാക്കി മാറ്റിയിരിക്കും. എന്നിട്ട് ഈ എൻസൈം എന്ത് ചെയ്യുന്നു? ഈ എൻസൈം നമ്മൾ വീണ്ടും അടുത്ത സബ്സ്ട്രേറ്റിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻസൈമുകൾക്ക് ഒരിക്കലും എന്ത് വരുന്നില്ല, ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. ഈ എൻസൈം ഈ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. പങ്കെടുത്തിട്ട് ഈ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്നു വിത്തൗട്ട് എനി ചേഞ്ച്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എൻസൈമിന് യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. ഈ എൻസൈം വീണ്ടും നമുക്ക് അടുത്ത സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക. അപ്പോൾ ഇതൊരു കാറ്റലിറ്റിക് സൈക്കിളാണ്. ഇത് ഈ എൻസൈം ഇവിടെ ഈ റിയാക്ഷനിൽ പങ്കെടുക്കുകയും അത് ലാസ്റ്റിൽ അതിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ വീണ്ടും 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 ഈ എൻസൈം റിയാക്ഷനിൽ പങ്കെടുക്കാനും കഴിയും. അതാണ് ഈ എൻസൈമിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എൻസൈം ഒരേ ടൈമിൽ ആ റിയാക്ഷനെ സ്പീഡ് ചെയ്യുകയും അതിന് യാതൊരു ചേഞ്ചും ഇല്ലാതെ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് എൻസൈമിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇത്രയാണ് എൻസൈമിൻ്റെ നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾ ഈ ഇക്വേഷൻ സഹിതം ഇത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ടോപ്പിക്ക് എൻസൈം ഇൻഹിബിഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈം ആൻഡ് കോഫാക്ടർ. ഇത്രയാണ് നമ്മൾ പാർട്ട് 6 എന്ന് പറയുന്ന വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, എൻസൈംസിൻ്റെ പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി. The activity of enzyme can be affected by a change in the condition which can alter the tertiary structure of protein. These include temperature, pH, change in substrate concentration, or binding of specific chemicals that regulates its activity. അപ്പോൾ ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എൻസൈമുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എൻസൈമുകളുടെ ആക്ടിവിറ്റി ക്യാൻ ബി അഫക്റ്റഡ് ബൈ ചേഞ്ച് ഇൻ ദ കണ്ടീഷൻ which can alter the tertiary structure of protein. ഓൾറെഡി നമ്മൾ പറഞ്ഞു, എൻസൈമുകളെല്ലാം തന്നെ പ്രോട്ടീൻ്റെ ടെർഷറി സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ടെർഷറി സ്ട്രക്ചറിന് എന്തെങ്കിലും മാറ്റം വരുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ആയിരിക്കും ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. അതായത് ഇത് പ്രോട്ടീൻ ആണല്ലോ, പ്രോട്ടീൻ്റെ സ്ട്രക്ചർ നമുക്ക് എന്തെങ്കിലും ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടെമ്പറേച്ചർ, pH ഇതെല്ലാം മാറുന്നതനുസരിച്ച് എൻസൈമുകളുടെ സ്ട്രക്ചറിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാം. അങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ എൻസൈമുകളുടെ പ്രവർത്തനങ്ങൾക്ക് താളപ്പിഴകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ദ ആക്ടിവിറ്റി ഓഫ് ആൻ എൻസൈം ക്യാൻ ബി അഫക്റ്റഡ് ബൈ എ ചേഞ്ച് ഇൻ ദ കണ്ടീഷൻ വിച്ച് ക്യാൻ ഓൾട്ടർ ദ ടെർഷറി സ്ട്രക്ചർ ഓഫ് protein. These include temperature, pH, change in substrate concentration, then binding of the specific chemicals that regulate its activity. അപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് 3 ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് ടെമ്പറേച്ചർ പറയുന്നുണ്ട്, pH പറയുന്നുണ്ട്, ചേഞ്ച് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇത് നമ്മൾ വേറൊരു വിഭാഗമായിട്ടാണ് പഠിക്കുന്നത്. ഇത് നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം നമുക്ക് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചർ, pH, ചേഞ്ച് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, ഇത്രയുമാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം. ഇനി ഇത് ഓരോന്നും എങ്ങനെയാണ് ഈ എൻസൈമിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടെമ്പറേച്ചർ ആൻഡ് pH ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ടെമ്പറേച്ചർ ആൻഡ് pHൽ എൻസൈംസ് ജനറലി ഫങ്ഷൻ ഇൻ എ നാരോ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് pH. എല്ലാ എൻസൈം, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ എൻസൈം ഒരു നിശ്ചിത
റേഞ്ചിലുള്ള ടെമ്പറേച്ചറിലും നിശ്ചിത റേഞ്ചിലുള്ള pHലും മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. ഈച്ച് എൻസൈം ഷോസ് ഇറ്റ്സ് ഹയസ്റ്റ് ആക്ടിവിറ്റി അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് pH കോൾഡ് ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഒപ്റ്റിമം pH. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ എൻസൈമുകൾക്ക് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ മാത്രമേ അവർ പ്രവർത്തിക്കത്തുള്ളൂ. ആ ടെമ്പറേച്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ഒരു നിശ്ചിത pHൽ മാത്രമേ അവർ പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ഓരോ എൻസൈമിനും ഓരോ റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ഉണ്ട്. അല്ലാതെ എല്ലാ എൻസൈമും ഒരേ ടെമ്പറേച്ചറിലല്ല പ്രവർത്തിക്കുന്നത്. ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ ഓരോ എൻസൈമുകളും വർക്ക് ചെയ്യുന്നത് അല്ലെ പ്രവർത്തിക്കുന്നത് ഒരു നിശ്ചിത pHലായിരിക്കും. pH നിങ്ങൾക്ക് അറിയാം അല്ലേ? ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറയും. അപ്പോൾ ആ pHലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് pHലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അതാത് എൻസൈംസിന് ഒരു ഒപ്റ്റിമം pH ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു നിശ്ചിത റേഞ്ചിലുള്ള ടെമ്പറേച്ചറിനെയും നിശ്ചിത റേഞ്ചിലുള്ള pHനെയുമാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നും ഒപ്റ്റിമം pH എന്നും പറയുന്നത്. ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബോത്ത് ബിലോ ആൻഡ് എബവ് ദ ഒപ്റ്റിമം വാല്യൂ. ഇപ്പോൾ നമ്മൾ എൻസൈം ആക്ഷൻ ഒരു ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന pHൻ്റെ റേഞ്ചാണ്. എൻസൈംസിൻ്റെ ആക്ടിവിറ്റി ഓൺ ദ y ആക്സിസ് ആൻഡ് pH ഓൺ ദ x ആക്സിസ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എൻസൈമിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇപ്പോൾ pH നിങ്ങൾക്ക് അറിയാം. pHൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 14 വരെയാണ് അല്ലേ? 1 to 7 വരെ നമ്മൾ അസിഡിക് എന്ന് പറയുന്നു, 7 to 14 എന്ന് പറയുന്ന ബേസിക് എന്ന് പറയുന്നു അല്ലേ? അപ്പം ഇവിടെ ഈ ഒരു എൻസൈമിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു 7 ആണെങ്കിൽ അല്ലെ 7 to 8 ആണെങ്കിൽ നമ്മൾ പറയും ന്യൂട്രൽ ആണെന്ന് പറയും അല്ലേ? അപ്പോൾ ഈ pH അതായത് ന്യൂട്രൽ ആയിട്ടുള്ള pHലാണ് ഈ എൻസൈം വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഈ pHൻ്റെ അളവ് കുറയുമ്പോൾ ഇപ്പോൾ 7ൽ നിന്നാണ് താഴോട്ട് പോകുന്നതെങ്കിലോ അല്ലെ 7ൽ നിന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ നോക്കിയേ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് അല്ലേ? ഇവിടെ മാത്രമാണ് ടോപ്പിൽ എൻസൈം ആക്ടിവിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നത്. ഈ റേഞ്ചിലാണ്. ഇവിടെ ഇപ്പോൾ 7 ആണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമേ എൻസൈം ആക്ടിവിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നുള്ളൂ അല്ലേ? എൻസൈം ആ ഒരു പർട്ടിക്കുലർ pHൽ നിന്ന് കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ് ഓൺ ദ ബോത്ത് സൈഡ് അല്ലേ? അതേപോലെ തന്നെയാണ് ടെമ്പറേച്ചറിൻ്റെ കാര്യം നമ്മൾ എടുത്താലും എൻസൈം ആക്ടിവിറ്റി നമ്മൾ പറഞ്ഞു ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ ഓരോ എൻസൈംസ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ അനുസരിച്ച് 37 ഡിഗ്രി സെൽഷ്യസിലാണ് മിക്ക എൻസൈംസും വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലാണ് വരുന്നത്. അപ്പോൾ അവരുടെ റേഞ്ചാണ് ഇവിടെ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എൻസൈം ഈ റേഞ്ചിലാണ് അതിൻ്റെ മാക്സിമം ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ നിന്ന് കുറവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബോഡി ടെമ്പറേച്ചർ കുറഞ്ഞാൽ എന്ത് പറ്റും? എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ്. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ കൂടിയാലും ദ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ്. അപ്പോൾ ഒരു നിശ്ചിത pHലും ഒരു നിശ്ചിത ടെമ്പറേച്ചറിലും മാത്രമേ എൻസൈമുകൾ പ്രവർത്തിക്കാറുള്ളൂ. മനസ്സിലായി കാണുമല്ലോ? ഈ ഗ്രാഫ് നിങ്ങൾ ബുക്കിൽ വരച്ചിട്ടിരിക്കണം. അത് നോക്കിയേ, ആക്ടിവിറ്റി ഡിക്ലൈൻസ് ബോത്ത് ബിലോ ആൻഡ് എബവ് ദ ഒപ്റ്റിമം വാല്യൂ. കണ്ടോ? ഇപ്പറോ ബിലോയിലും എബവിലും ഒപ്റ്റിമം വാല്യൂവിൻ്റെ താഴേക്കും മുകളിലേക്കും പോയാൽ ദ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ്. ഇവിടെയും ടെമ്പറേച്ചറും അതുപോലെ തന്നെ. ഇതാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചറിലാണ് ഇത് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ടെമ്പറേച്ചറിന് താഴോട്ട് പോയാലും ആ ടെമ്പറേച്ചറിന് മുകളിലോട്ട് പോയാലും ദ എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻസ്. Low temperature preserves the enzyme in a temporarily inactive state, whereas the high temperature destroys the enzyme activity because proteins are denatured by heat. ഇതിനുള്ള കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോ ടെമ്പറേച്ചർ വന്നാൽ എന്താ സംഭവിക്കുന്നത്? എൻസൈമുകൾ താൽക്കാലികമായിട്ട് ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കാൻ നമുക്കൊരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ അറിയാം, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാറുണ്ട് അല്ലേ? എന്തിനാണ് സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേടാവാതിരിക്കാൻ വേണ്ടി. എന്തുവാ? വെളിയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആഹാര സാധനങ്ങളിൽ ബാക്ടീരിയകൾ വളർന്ന് അത് പുളിച്ചു പോകാറുണ്ട് അല്ലേ? അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ എന്തുവാ സംഭവിക്കുന്നത്? അവിടെ ഈ ബാക്ടീരിയകളിലുള്ള എൻസൈമുകൾ പ്രവർത്തിക്കാതാകുകയും അവിടെ അത് ഇനാക്റ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് ആ പ്രോസസ്സുകളൊന്നും തന്നെ അവിടെ നടക്കാതെ പോകുന്നു. അതൊരു ലോ ടെമ്പറേച്ചറിന് ഒരു ഉദാഹരണമാണ് അല്ലേ? ഇനി ഹൈ ടെമ്പറേച്ചറിൻ്റെ കേസ് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ഫീവർ ഉണ്ടാകുമ്പോൾ അല്ലെ, പനി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക്
കട്ടിയുള്ള ആഹാരങ്ങളൊന്നും നമ്മൾ കഴിക്കാറില്ല അല്ലേ. ലൈറ്റ് ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ അല്ലേ. കഞ്ഞിയോ ബ്രെഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കുക. അപ്പോൾ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഹെവി ആയിട്ടുള്ള ഫുഡ് പനിയുള്ള സമയത്ത് കഴിച്ചാൽ നമുക്ക് ദഹനക്കേടുണ്ടാവും അല്ലേ. ആ ദഹനക്കേട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾക്ക് പനിയുള്ള സമയത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ. ആ ടെമ്പറേച്ചർ കൂടിയ സമയത്ത് നമ്മൾ ഹെവി ഫുഡ് കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈമുകൾ ഉണ്ടായിരിക്കത്തില്ല. കാരണം നമുക്ക് ടെമ്പറേച്ചർ കൂടിയിരിക്കുമ്പം നമ്മുടെ എൻസൈമുകളുടെ എല്ലാം ഡിസ്ട്രോയ് ചെയ്തിരിക്കും, അതിൻ്റെ നേച്ചർ മാറിപ്പോയിരിക്കും, അതായത് ഡീനേച്ചർഡ് ആകും. അതായത് പ്രോട്ടീൻസിന് നമ്മൾ ഹീറ്റ് കൊടുത്താൽ പ്രോട്ടീനുകൾ എന്താകും എന്നാ പറയുന്നത്, ഡീനേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രകൃതം മാറിപ്പോകും. നമുക്ക് അറിയാം ഓൾറെഡി എൻസൈംസ് ആർ പ്രോട്ടീൻസ്, ടെർഷറി സ്ട്രക്ചറിലാണ്. ആ ടെർഷറി സ്ട്രക്ചറിന് അതിന് മാറ്റം ഉണ്ടാകുകയും അതുപോലെ എൻസൈമുകളുടെ പ്രവർത്തനത്തെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ 2 എക്സാമ്പിൾസ് വെച്ചാണ് ഇത് പറഞ്ഞത്. അതായത് ലോ ടെമ്പറേച്ചറിലായാലും ഹൈ ടെമ്പറേച്ചറിലായാലും ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ താഴോട്ടോ അല്ലെ ഒപ്റ്റിമം ടെമ്പറേച്ചറിൻ്റെ മുകളിലോട്ടോ പോയാൽ എൻസൈമിൻ്റെ പ്രവർത്തനം ഡിക്ലൈൻ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 2 ഫാക്ടേഴ്സാണ് പറഞ്ഞത്, ടെമ്പറേച്ചറും pH. അപ്പോൾ പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മളോട് ചോദിക്കും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ നമുക്ക് ടെമ്പറേച്ചറും എഴുതാം pH എഴുതാം. പിന്നെ അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ട്, 3ാമത്തെ പോയിന്റാണ് കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും ഈ എൻസൈമിൻ്റെ പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നതാണ്. നോക്കിയാൽ എങ്ങനെയാണ് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. വിത്ത് ദ ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ദ വെലോസിറ്റി ഓഫ് എൻസൈമാറ്റിക് റിയാക്ഷൻ റൈസസ് അറ്റ് ഫസ്റ്റ്. The reaction ultimately reaches a maximum velocity which is not exceeded by any further rise in concentration of the substrate. അതായത് നമ്മൾ ഈ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ, സബ്സ്ട്രേറ്റുകളെ കുറിച്ച് നമുക്കറിയാം, റിയാക്റ്റൻ്റ് മോളിക്യൂളുകൾ അല്ലേ, അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടെന്നനുസരിച്ച് ഇപ്പം നമ്മളൊരു ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്, റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ കാണുകയാണ് അല്ലേ. ഇതിൽ y ആക്സിസിൽ നമ്മൾ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ, അതിൻ്റെ സ്പീഡ് അല്ലെ വെലോസിറ്റി നമ്മൾ അല്ലേ, വെലോസിറ്റി y ആക്സിസിലും എക്സ് ആക്സിസിൽ നമ്മൾ എത്രത്തോളം സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അളവാണ് എക്സ് ആക്സിസ് കൊടുക്കുന്നത്. അപ്പോൾ ആ റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ സബ്സ്ട്രേറ്റ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണെന്ന് ഓർത്തിരുന്നോണം. അപ്പോൾ എൻസൈം ഉള്ള റിയാക്ഷനിൽ നമ്മൾ സബ്സ്ട്രേറ്റ് എൻസൈമിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. എൻസൈം കിടക്കുന്ന ഇതിലേക്ക് നമ്മൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ദ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ വിൽ ഇൻക്രീസ് അല്ലേ. സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. അപ്പോൾ എന്ത് കൂടിക്കൊണ്ടിരിക്കും, വെലോസിറ്റി, അതിൻ്റെ ആ തോത്, സ്പീഡ് റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു പരിധി ചെന്ന് കഴിയുമ്പോൾ, ഒരു ലിമിറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഈ വെലോസിറ്റി കൂടാറില്ല. ഇറ്റ് കംസ് ടു എ സ്റ്റേബിൾ കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ മാത്രമേ അത് പോകത്തുള്ളൂ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എൻസൈം എടുത്ത് വെച്ചിട്ട് ആ എൻസൈമിൻ്റെ അകത്തേക്കല്ലേ സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ സബ്സ്ട്രേറ്റും എൻസൈമോട് റിയാക്ട് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാ എൻസൈമുകളും ആര് ബൈൻഡ് ചെയ്തിരിക്കും, സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്തിരിക്കും. അങ്ങനെ വരുമ്പോൾ എൻസൈം അങ്ങ് തീർന്നു പോകും അല്ലേ. എൻസൈം നമ്മൾ ആഡ് ചെയ്യുന്നില്ല, എൻസൈമിൻ്റെ അകത്തേക്ക് നമ്മൾ സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുകയും ആ എൻസൈമിൻ്റെ എമൗണ്ട് അവിടെ കുറഞ്ഞു വരും. അങ്ങനെ എൻസൈം എല്ലാം ആരുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കും, ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഈ അവസ്ഥയിലെത്തുമ്പോൾ എല്ലാ എൻസൈമുകളും ആരുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും, സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. ആ അവസ്ഥയിൽ പിന്നീട് ദ വെലോസിറ്റി വിൽ നോട്ട് ഇൻക്രീസ്. അപ്പോൾ വെലോസിറ്റി മാക്സിമം ആവുന്ന ഒരു കണ്ടീഷനുണ്ട്. ആ മാക്സിമം ആവുന്ന കണ്ടീഷന് പറയുന്ന പേരാണ് വി മാക്സ് എന്ന് പറയുന്നത്. വി മാക്സ് അത് ഓർക്കണം. അപ്പോൾ ഈ ഗ്രാഫ് നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. അതായത് നമ്മൾ സബ്സ്ട്രേറ്റ് എൻസൈമിൽ ആഡ് ചെയ്യുമ്പോൾ വെലോസിറ്റി കൂടുന്നു, പക്ഷെ കൂടി ഒരു ലിമിറ്റിലെത്തും. ആ ലിമിറ്റിനെയാണ് നമ്മൾ വി മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വി മാക്സ് എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്, എൻസൈമുകളെല്ലാം ആരുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും, സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. അങ്ങനെ വരുമ്പം എൻസൈമിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും എൻസൈം ഫർദർ മോളിക്യൂളുമായിട്ട് ചേരാൻ പറ്റാതെ പോകുകയും ചെയ്യും. ഇതാണ് മറ്റൊരു ഫാക്ടർ വിച്ച് അഫക്ട്സ് ദ എൻസൈം ആക്ഷൻ.
ദിസ് ഇസ് ബിക്കോസ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. This is because the enzyme molecules are fewer than the substrate molecule, and after saturation of these molecules, saturate ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ എൻസൈമും സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് പറയുന്നത്. സാച്ചുറേഷൻ ഓഫ് ദീസ് മോളിക്യൂൾസ്, there are no free enzyme molecule to bind with the additional substrate molecule. അഡീഷണൽ ആയിട്ട് നമ്മൾ എത്ര സബ്സ്ട്രേറ്റ് പിന്നെ ഇട്ട് കൊടുത്താലും എന്ത് കൂടാറില്ല? വെലോസിറ്റി കൂടാറില്ല. അതിനെയാണ് നമ്മൾ വി മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം. അപ്പം പരീക്ഷയ്ക്ക് നമ്മളോട് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ 3 പേരുകൾ മാത്രം പറഞ്ഞാൽ മതി. ടെമ്പറേച്ചർ, pH ആൻഡ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫാക്ടർ കൂടിയുണ്ട്. അതായത് എൻസൈംസിൻ്റെ പ്രവർത്തനങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതിനെയാണ് എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയും. ഇൻഹിബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തടയുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെ തടസ്സം നിൽക്കുക. അപ്പോൾ എങ്ങനെയാണ് എൻസൈമിൻ്റെ പ്രവർത്തനങ്ങളെ തടയുന്നത് എന്നാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയും. എൻസൈം ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ടിവിറ്റി ഓഫ് എൻസൈം ഈസ് ഇൻഹിബിറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് സർട്ടൻ സ്പെസിഫിക് കെമിക്കൽസ് വിച്ച് ബൈൻഡ് വിത്ത് ദ എൻസൈം. അതായത് നമുക്കറിയാം എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ചേർന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത്? എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പം സാധാരണ കേസിൽ എൻസൈം ആരുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്? സബ്സ്ട്രേറ്റുമായിട്ടാണ്. പക്ഷേ ഈ സബ്സ്ട്രേറ്റിനെ റിസംബിൾ ചെയ്യുന്ന ചില വസ്തുക്കളുണ്ട്, കെമിക്കൽസ്. ദർ ആർ സം സ്പെസിഫിക് കെമിക്കൽസ് വിച്ച് റിസംബിൾസ് ദ സബ്സ്ട്രേറ്റ്. അതായത് സബ്സ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്ന ചില വസ്തുക്കൾ, അതിനോട് സിമിലാരിറ്റി ഉള്ള ചില വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? വന്ന് എൻസൈമിൻ്റെ അടുക്ക വരുമ്പോൾ എൻസൈം ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ആ വസ്തുക്കളുമായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഒരു വസ്തു ആരെ റിസംബിൾ ചെയ്യുന്നത്? സബ്സ്ട്രേറ്റിനെ റിസംബിൾ ചെയ്യുന്ന ഒരു വസ്തു വന്ന് ഈ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ബൈൻഡിങ് ആയിട്ട് പോകും. കാരണം നമുക്കറിയാം എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതൊരു താൽക്കാലിക അല്ലേ, ഷോർട്ട് ലീവ്ഡ് ആണ്. കുറച്ച് നേരത്തേക്കിന് മാത്രമേ എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെ കൺവേർട്ട് ചെയ്ത് എൻസൈം പ്രോഡക്റ്റ് ആയിട്ട് മാറ്റാറുണ്ട്. പക്ഷേ ഈ സബ്സ്ട്രേറ്റിനെ റിസംബിൾ ചെയ്യുന്ന ഒരു വസ്തു വന്ന് ഇതിനോട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ അങ്ങ് ബൈൻഡ് ചെയ്തിരുന്നു പോകും. അങ്ങനെ ബൈൻഡ് ചെയ്തിരുന്ന് കഴിയുമ്പോൾ ഈ എൻസൈമിനെ പിന്നീട് നമ്മുടെ സബ്സ്ട്രേറ്റ് വന്നാൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അങ്ങനെ എൻസൈമിൻ്റെ പ്രവർത്തനം ഇൻഹിബിറ്റ് ചെയ്യുന്നു, അല്ലെ തടയുന്നു. അതിനെയാണ് നമ്മൾ എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നു. അങ്ങനെയുള്ള വസ്തുവിനെ നമ്മൾ പറയുന്നത്, അതായത് നമ്മുടെ സബ്സ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്ന വ്യാജൻ അല്ലേ, ആ വ്യാജനെ പറയുന്നതാണ് ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അതാണ് എൻസൈം ഇൻഹിബിഷൻ. ഞാനൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. ആക്ടിവിറ്റി ഓഫ് എൻസൈം ഈസ് ഇൻഹിബിറ്റഡ് ബൈ ദ പ്രസൻസ് ഓഫ് സർട്ടൻ സ്പെസിഫിക് കെമിക്കൽസ് വിച്ച് ബൈൻഡ് വിത്ത് ദ എൻസൈം. The process is called inhibition and the chemicals are called inhibitors. അപ്പോൾ മനസ്സിലായി കാണും അല്ലേ. അതായത് സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് ചേരുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. അതേസമയം സബ്സ്ട്രേറ്റിന് പകരം ഇൻഹിബിറ്റർ ആണ് വരുന്നതെങ്കിൽ, വാട്ട് ഈസ് ഇൻഹിബിറ്റർ എന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്സ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്ന ഒരു വസ്തു, അങ്ങനെയുള്ളൊരു വസ്തുവാണ് ഇതിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും എന്തുണ്ടാകത്തില്ല, അത് ഷോർട്ട് ലീവ്ഡ് അല്ല, അതെപ്പോഴും ഇതുമായിട്ട് അങ്ങ് ബൈൻഡ് ചെയ്ത് ഇരുന്നു പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എൻസൈമുകളെല്ലാം ബ്ലോക്ക്ഡ് ആയി പോകും. അതിനെയാണ് നമ്മൾ എൻസൈം ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ അത് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് ഇത്. വെൻ ദ ഇൻഹിബിറ്റർ ക്ലോസ്ലി റിസംബിൾ ദ സബ്സ്ട്രേറ്റ്, ഓൾറെഡി ഞാൻ പറഞ്ഞു സബ്സ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്ന വസ്തുക്കൾ അല്ലേ, in the molecular structure and inhibit the activity of enzyme is known as competitive inhibition. അതിനെയാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഈ പടം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇത് എൻസൈമാണ്. ആ എൻസൈമിൻ്റെ അടുക്ക ആരാണ് വരേണ്ടത്? സബ്സ്ട്രേറ്റ് ആണ് വരേണ്ടത് അല്ലേ. സബ്സ്ട്രേറ്റിനെ പോലെ ഇരിക്കുന്ന ഒരാളാണിത്. അതിനെയാണ് നമ്മൾ ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇവർ രണ്ടുപേരും കോമ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ മത്സരിച്ച് ആര് വന്ന് ഈ വ്യാജനായിട്ടുള്ള ആളാണ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്? എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. എന്നിട്ട് എൻസൈം ഇൻഹിബിറ്റർ കോംപ്ലക്സ് ഉണ്ടാകുക ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടായി കഴിയുമ്പം നമ്മുടെ സബ്സ്ട്രേറ്റിന് ഇതിൽ ബൈൻഡ് ചെയ്യാൻ കഴിയാതെ പോവുകയും അങ്ങനെ എൻസൈമിൻ്റെ പ്രവർത്തനത്തിനെ
സ്റ്റോപ്പ് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. അപ്പോൾ ഇവിടെ രണ്ട് പേരാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് അല്ലേ. ഒറിജിനൽ സബ്സ്ട്രേറ്റും ഉണ്ട്, വ്യാജനായ സബ്സ്ട്രേറ്റ്. വ്യാജനായ സബ്സ്ട്രേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. ഡ്യൂ ടു ദ സിമിലാരിറ്റി, ദി ഇൻഹിബിറ്റർ കോമ്പീറ്റ്സ് വിത്ത് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ എൻസൈം. Consequently, the substrate cannot bind and as a result, the enzyme action declines. അപ്പോൾ സബ്സ്ട്രേറ്റിന് ഇതിൽ ബൈൻഡ് ചെയ്യാൻ കഴിയാതെ പോകുന്നു, അതുവഴി എൻസൈം ആക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നു, കുറഞ്ഞു പോകുന്നു. അതിന് എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻഹിബിഷൻ ഓഫ് സക്സനിക് ഡീഹൈഡ്രോജിനേസ് ബൈ malonate which closely resemble the substrate succinate in the structure. അതായത് സക്സനിക് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഒറിജിനൽസ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് സക്സിനേറ്റ് എന്ന് പറയുന്ന മോളിക്യൂളാണ്. പക്ഷെ അതിന് പകരമുള്ളൊരു ഇൻഹിബിറ്ററാണ് വരുന്നത് മലോണേറ്റ് എന്ന് പറയുന്നത്. ഈ മലോണേറ്റ് ആണ് വരുന്നതെങ്കിൽ ആ മലോണേറ്റ് പോയി ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ഈ സക്സനിക് ഡീഹൈഡ്രോജിനേസുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവം ഈ സക്സിനേറ്റിന് അറ്റാച്ച് ചെയ്യാൻ കഴിയാതെ പോവുകയും അങ്ങനെ ഈ എൻസൈമാറ്റിക് റിയാക്ഷൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതൊരു എക്സാമ്പിളാണ്. സക്സിനിക് ഡീഹൈഡ്രോജിനേസിനെ പ്രവർത്തനങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് മലോണേറ്റ് എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെ ഈ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ നമ്മൾ കൂടുതലും ഓഫൺ യൂസ്ഡ് ഇൻ ദ കൺട്രോൾ ഓഫ് ബാക്ടീരിയൽ പാത്തജൻ. ഈ ഒരു ടെക്നിക്ക് നമ്മൾ ബാക്ടീരിയകളെ കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടി മെഡിക്കൽ ഫീൽഡിൽ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബാക്ടീരിയയുടെ ഒറിജിനൽ ബാക്ടീരിയലിൻ്റെ അകത്തുള്ള എൻസൈമുകൾ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റിന് പകരം നമ്മൾ ഇൻഹിബിറ്റേഴ്സിനെ ഇട്ട് കൊടുത്താൽ ബാക്ടീരിയൽ ബോഡിയിലുള്ള എൻസൈമുകളിനെ ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ബാക്ടീരിയയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ വരുന്നു? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാതെ വരികയും അങ്ങനെ ബാക്ടീരിയൽ പാത്തോജൻസ് മീൻസ് രോഗം ഉണ്ടാക്കുന്ന ഓർഗാനിസം, അവരെയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കുകൾ നമ്മൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനെയാണ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈം. എത്ര ക്ലാസ്സുകളുണ്ട്, എത്ര ക്ലാസ് ഓഫ് എൻസൈംസ് ഉണ്ട്, അവരുടെയൊക്കെ പേരുകൾ എങ്ങനെയാണ്? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പേര് കൊടുക്കുക അല്ലേ. അതിനെയാണ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈംസ്. എൻസൈംസ് ആർ ഓഫ് 6 ക്ലാസ്സസ്. 6 ക്ലാസ് ഓഫ് എൻസൈംസ് ആണ് നമുക്ക് ഉള്ളത്. എൻസൈംസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് റിയാക്ഷൻ ദേ കാറ്റലൈസ്. എൻസൈംസ് ആർ ഡിവൈഡഡ് ഇൻ ടു 6 ക്ലാസ്സസ്. 6 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കുക, അത് എന്തൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഓക്സിഡോ റിഡക്റ്റേസ്, ട്രാൻസ്ഫറേസ്, ഹൈഡ്രോളേസ്, ലയേസസ്, ഐസോമെറേസസ്, ലൈഗേസസ്. അങ്ങനെ 6 ക്ലാസ് ഓഫ് എൻസൈംസ് ആണുള്ളത്. അപ്പോൾ ഓരോന്നും എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ക്ലാസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻസൈംസ് വിച്ച് കാറ്റലൈസ് ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻസ് ബിറ്റ്വീൻ ദ 2 സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. അപ്പോൾ നമുക്ക് 2 സബ്സ്ട്രേറ്റുകളെ തമ്മിൽ ഓക്സിഡൈസ് ചെയ്യാനോ അല്ലെ റെഡ്യൂസ് ചെയ്യാൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകളൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നതാണ് അല്ലേ. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകളെ സ്പീഡപ്പ് ചെയ്യുന്ന എൻസൈമുകളെ എല്ലാമാണ് നമ്മൾ ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ എക്സാമ്പിൾസ് ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ഓൺലി ആ പേര് മാത്രം തൽക്കാലം നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ 2 സബ്സ്ട്രേറ്റ്സുകളെ തമ്മിൽ ഓക്സിഡൈസ് ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നതിനെ, അതായത് ഓക്സിജനെ അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന റിയാക്ഷനുകൾ അല്ലേ, അതാണ് എസ് റെഡ്യൂസ് ചെയ്യുന്നു, എസ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അത് തിരിഞ്ഞ് പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ എസ് ഓക്സിഡൈസ് ചെയ്യുകയും എസ് ഡാഷ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ, അതാണ്. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷനെ സഹായിക്കുന്ന എൻസൈമുകളെയാണെന്ന് നമ്മൾ ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറയും. മറ്റൊരു എൻസൈമാണ് ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ മാറ്റി പ്രോഡക്റ്റ് വരുമ്പോൾ അത് മറ്റൊരെണ്ണവുമായിട്ട് കമ്പൈൻ ചെയ്യും അല്ലേ. എൻസൈം കാറ്റലൈസിങ് എ ട്രാൻസ്ഫർ ഓഫ് ഗ്രൂപ്പ്, അതായത് ജി എന്ന് പറയുന്നത്
ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് എസ് ആൻഡ് എസ് ഡാഷ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ മാറ്റി ഇപ്പുറത്തെ സബ്സ്ട്രേറ്റിൽ ആഡ് ചെയ്യുക അല്ലേ. അങ്ങനെ അതായത് ഒരു ഗ്രൂപ്പിനെ എടുത്ത് മറ്റൊരു സബ്സ്ട്രേറ്റിൽ ആഡ് ചെയ്യുമ്പോഴാണ് അത് വേറൊരു പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുക, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്നത്. അത്രയും ഓർത്തിരുന്നാൽ മതി. അടുത്ത ഹൈഡ്രോലേസ് എന്ന് പറയും. ഹൈഡ്രോലേസ്, ഹൈഡ്രോ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ, ഹൈഡ്രോളിസിന് സഹായിക്കുന്ന എൻസൈമാണ്. Enzymes catalyzing hydrolysis of esters, ether, peptides, glycosidics, carbon-carbon bonding, carbon halide and PN bonds. അപ്പോൾ ഇത് എല്ലാം ഇത്ര ഓർത്തിരിക്കുക. ഹൈഡ്രോളിസിന് സഹായിക്കുന്ന എൻസൈമുകളെയാണ് ഹൈഡ്രോലേസസ്. എപ്പോഴും നമ്മൾ എൻസൈം എഴുതുമ്പോൾ അതിൻ്റെ ലാസ്റ്റിൽ ASCS എന്നുള്ള ASS ഹൈഡ്രോലേസസ് അല്ലേ, അങ്ങനെ ASC വരുവാണെങ്കിൽ അതൊരു എൻസൈം ആയിരിക്കും. അപ്പോൾ ഹൈഡ്രോലൈസസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിസിന് സഹായിക്കുന്ന എൻസൈം എന്നർത്ഥം. അതുപോലെ ലയേസസ്. ലയേസസ് എന്ന് പറയുന്നത് എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ്, ലിവിങ് ഡബിൾ ബോണ്ട്. അതായത് ഹൈഡ്രോളിസിസ് നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നതിനെ ഹൈഡ്രോളിസിസ് എന്ന് പറയും. പക്ഷേ ഹൈഡ്രോളിസിസ് ഒഴിച്ച് ബാക്കിയുള്ള റിമൂവൽ ഓഫ് ഗ്രൂപ്പുകളെ നമ്മൾ സബ്സ്ട്രേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലയേസസ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ ഒരു സബ്സ്ട്രേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലയേസസ്. അപ്പോൾ റിമൂവൽ ഓഫ് എ ഗ്രൂപ്പിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് ലയേസസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഏതാ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒരു എക്സിനെ നമ്മൾ എക്സ് ഉണ്ട് വൈ ഉണ്ട് അല്ലേ, ഇതിൽ നിന്ന് ഇതിനെ കൺവേർട്ട് ചെയ്ത് ഈ രൂപത്തിലാക്കുകയാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ മാറ്റി വേറൊരിടത്ത് കൊണ്ടുവന്ന് ഡബിൾ ബോണ്ട് വെച്ച് അറ്റാച്ച് ചെയ്യുക, അതിനെയാണ് ലയേസസ്. അപ്പോൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. എൻസൈംസ് ദറ്റ് കാറ്റലൈസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്പ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ എ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ് അല്ലാതെ തന്നെ ഒരു ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമുകളെയാണ് നമ്മൾ ലയേസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഐസോമറേസ്. ഐസോമറേസ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഗ്രൂപ്പിനെ അതിൻ്റെ വേറൊരു ഐസോമറായിട്ട് മാറ്റുക. ഐസോമേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻക്ലൂഡ്സ് ഓൾ എൻസൈം കാറ്റലൈസിങ് ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ് അല്ലെ ഒപ്റ്റിക്കൽ, ജോമെട്രിക്കൽ ഓർ പൊസിഷണൽ ഐസോമേഴ്സ്. അപ്പോൾ ഒരു ഐസോമറിൽ നിന്ന് വേറൊരു ഐസോമറിലേക്ക് ഇങ്ങനെ എഴുതണം എന്നില്ല. ഇൻക്ലൂഡ്സ് ഓൾ എൻസൈംസ് കാറ്റലൈസിങ് ദ ഇന്റർ കൺവേർഷൻ ഓഫ് ഐസോമേഴ്സ്. ഒരു ഐസോമറിൽ നിന്ന് വേറൊരു ഐസോമറായിട്ട് മാറ്റുക അല്ലേ. അതിൻ്റെ രണ്ട് ഫോംസ് ആണ്. ഇപ്പം നമ്മൾ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐസോമറിക് ഫോമാണ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. അപ്പോൾ ഒരു ഐസോമറിൽ നിന്ന് വേറൊരു ഐസോമറിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈംസ് സഹായിക്കുന്നത്. ഐസോമറൈസേഷൻ. നെക്സ്റ്റ് ലിഗേസസ്. ലിഗേസസ് എന്ന് പറയുന്നത് എൻസൈംസ് കാറ്റലൈസിങ് ദ ലിങ്കിങ് ടുഗദർ ഓഫ് ടു കോമ്പൗണ്ട്സ്. ഇപ്പം നമ്മൾ രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് കോമ്പൗണ്ടുകളെ തമ്മിൽ പേസ്റ്റ് ചെയ്യുക അല്ലെ ഒട്ടിക്കുക അല്ലെ ലിങ്ക് ചെയ്യുക. ആ ലിങ്ക് ചെയ്യുന്ന എൻസൈമുകളെയാണ് നമ്മൾ ലിഗേസസ് എന്ന് പറയുന്നത്. അങ്ങനെ 6 എൻസൈംസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ആ 6 എൻസൈംസിൻ്റെ പേരും അവയുടെ ഫങ്ഷനും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് കോ ഫാക്ടർ ആണ് പഠിക്കുന്നത്. കോ ഫാക്ടേഴ്സ്. എന്താണ് കോ ഫാക്ടർ എന്ന് പറയുന്നത്? എൻസൈംസ് ആർ കമ്പോസ്ഡ് ഓഫ് വൺ ഓർ സെവറൽ പോളിപെപ്റ്റൈഡ് ചെയിൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു എൻസൈമുകളെല്ലാം പ്രോട്ടീനുകളാണ് അല്ലേ. പ്രോട്ടീനുകളെ നമ്മൾ വിളിക്കുന്നത് പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലേ. എന്തുകൊണ്ടാണ് പോളിപെപ്റ്റൈഡ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പെപ്റ്റൈഡ് ബോണ്ടുകൾ കൊണ്ടാണ് അമിനോ ആസിഡ്സുകളെ കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ എൻസൈമുകൾ എന്ന് പറയുന്നത് ആർ കമ്പോസ്ഡ് ഓഫ് വൺ ഓർ സെവറൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഹൗവർ ദർ ആർ a number of cases in which the non-protein constituents called cofactors are bound to the enzyme to make the enzyme catalytic active. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞത് എൻസൈമുകളെല്ലാം പ്രോട്ടീനുകളാണ് അല്ലേ. പക്ഷേ ഈ പ്രോട്ടീൻ മാത്രം വിചാരിച്ചാൽ എൻസൈംസിൻ്റെ പ്രവർത്തനം നല്ലതായിട്ട് നടക്കാറില്ല. അപ്പോൾ പ്രോട്ടീനോടൊപ്പം ചില നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യൂവൻസും കൂടി കാണും. അങ്ങനെയുള്ള നോൺ പ്രോട്ടീൻ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കോ ഫാക്ടറുകളെന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ഒരു എൻസൈമിന് 2 ഭാഗങ്ങളാണുള്ളത്. പ്രോട്ടീനായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, നോൺ പ്രോട്ടീനായിട്ടുള്ള ഒരു ഭാഗമുണ്ട്.
അതിൽ അപ്പോ എൻസൈം എന്ന് പറയുന്നത്, ദ പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ഈസ് കോൾഡ് ആസ് അപ്പോ എൻസൈം. കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ദ നോൺ പ്രോട്ടീൻ പാർട്ട് അസോസിയേറ്റഡ് വിത്ത് ദ എൻസൈം ആർ കോൾഡ് കോഫാക്ടേഴ്സ്. അപ്പം മനസ്സിലായി കാണുമല്ലോ അപ്പോ എൻസൈം എന്താണെന്നും കോഫാക്ടർ എന്താണ്. അതായത് ഒരു പ്രോട്ടീനിന് 2 ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രോട്ടീൻ ഭാഗത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് പ്രോട്ടീൻ ഭാഗം ഉണ്ടെന്ന് അല്ലേ. അപ്പോൾ ആ പ്രോട്ടീൻ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പോ എൻസൈം എന്നും, ആ പ്രോട്ടീൻ ഭാഗം തന്നെ ഇരുന്നാൽ എൻസൈമുകൾ പ്രവർത്തിക്കാറില്ല, അതിനോടൊപ്പം ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും കൂടി വേണം. ആ നോൺ പ്രോട്ടീൻ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോഫാക്ടർ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം നിങ്ങൾ നോക്കിയാൽ അറിയാം അപ്പോ എൻസൈമാണിത്. അതായത് പ്രോട്ടീൻ ഭാഗവും ഇത് നോൺ പ്രോട്ടീൻ ഭാഗവുമാണ്. അത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ട്രക്ചർ ഉണ്ടാവും. ഈ കാണിച്ചിരിക്കുന്നത് സബ്സ്ട്രേറ്റ് മോളിക്യൂളാണ്. അത് നമുക്ക് അടുത്ത ഇതിൽ പറയാം. നെക്സ്റ്റ് ഈ കോഫാക്ടർ, അതായത് നോൺ പ്രോട്ടീൻ പാർട്ട് എന്ന് നമ്മൾ പറഞ്ഞ സാധനം തന്നെ 3 ടൈപ്പ് ഉണ്ട്. 3 kinds of cofactors may be identified. They are prosthetic group, coenzyme and metal ions. ഇത് നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോഫാക്ടേഴ്സ് എന്താണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കോഫാക്ടേഴ്സ് ആർ ദ നോൺ പ്രോട്ടീൻ പാർട്ട് ഓഫ് ആൻ എൻസൈം. അത് എത്ര കൈൻഡ് ഉണ്ട്? 3 കൈൻഡ് ഉണ്ട്. ഏതൊക്കെ എത്ര കൈൻഡ്സ് ആണുള്ളത്? ഒന്ന് പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, ദെൻ കോഎൻസൈം ആൻഡ് മെറ്റൽ അയോൺസ്. ഇതും 1 word ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി ഓരോന്നായിട്ട് നോക്കാം. എന്താ ഇവരുടെ ഡിഫറൻസ്? എന്താണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? പ്രോസ്തറ്റിക് ഗ്രൂപ്പ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ എൻസൈം. ഇത്രയും പഠിച്ചു വെക്കുക. പ്രോസ്തറ്റിക് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ നോൺ പ്രോട്ടീൻ ആണ് അല്ലേ, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ദാറ്റ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അപ്പോ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഭാഗം. ആ പ്രോട്ടീൻ ഭാഗത്തിൽ എപ്പോഴും ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടറിനെയാണ് നമ്മൾ, അതായത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ്, അതിനൊരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ഹീം ഈസ് ദ പാർട്ട് ഓഫ് എൻസൈം പെറോക്സിഡേസ് ആൻഡ് catalyzes B which catalyze the breakdown of hydrogen peroxide to water and oxygen. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ വാട്ടറും ഓക്സിജനും ആക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് പെറോക്സിഡേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പെറോക്സിഡേസിൽ ഉള്ള ഒരു കോഫാക്ടറാണ് ഹീം എന്ന് പറയുന്നത്. അത് എപ്പോഴും ഈ പെറോക്സിഡേസിൻ്റെ കൂടെ ഒപ്പം കാണും. അങ്ങനെ എപ്പോഴും കൂടെയുള്ള ഒരു കോഫാക്ടറിനെയാണ് നമ്മൾ എപ്പോഴും വിളിക്കുന്നത് പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയും. അതെപ്പോഴും അതിൻ്റെ കൂടെ കാണും. എൻസൈമിൻ്റെ കൂടെ എപ്പോഴും ടൈറ്റ്ലി ബൗണ്ടായിട്ട് ഒന്നിച്ചിങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ച രീതിയിലാണ് എപ്പോഴും കാണുന്നത്. അങ്ങനെയുള്ള കോഫാക്ടറുകളെയാണ് നമ്മൾ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീം ഈസ് ദ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് സീൻ അറ്റാച്ച്ഡ് ടു ദ പെറോക്സിഡേസ് എന്നുള്ള കാര്യം ഓർക്കുക. ആ പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഇറ്റ് കാറ്റലൈസസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ടു വാട്ടർ ആൻഡ് ഓക്സിജൻ. ആ എക്സാമ്പിളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ ആളുടെ കാര്യം നമ്മൾ പറഞ്ഞത് മറ്റൊരു കോഫാക്ടറാണ് കോഎൻസൈം എന്ന് പറയുന്നത്. അതും ഇതേപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് വിച്ച് ആർ നോട്ട് ഫേംലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു എപ്പോഴും അപ്പോ എൻസൈമിൻ്റെ കൂടെ ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ പ്രോസ്തറ്റിക് എന്ന് പറയുമെങ്കിൽ, ഇവിടെ നമ്മൾ കോഎൻസൈമിൻ്റെ കാര്യം പറയുമ്പോൾ കോഎൻസൈം ഓർഗാനിക് ആണ്, പക്ഷെ അവരെ എപ്പോൾ മാത്രമേ ബൈൻഡ് ചെയ്യത്തുള്ളൂ? എൻസൈമാറ്റിക് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ അവർ വന്ന് ബൈൻഡ് ചെയ്യുക. അല്ലാത്തപ്പോൾ അവർ രണ്ടായിട്ടാണ് നമ്മുടെ കോശങ്ങളിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എൻസൈം ആരുമായിട്ട് ബൈൻഡ് ചെയ്യാറില്ല? ഈ കോഎൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യും. എൻസൈമാറ്റിക് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോഎൻസൈം വന്ന് അറ്റാച്ച് ചെയ്യും. ഇതാണ് അപ്പോ എൻസൈം. ഈ കാണിച്ചിരിക്കുന്നത് കോഎൻസൈം. ആ കോഎൻസൈമും ഈ അപ്പോ എൻസൈമും കൂടെ, അപ്പോ എൻസൈം ഈസ് ഓൾറെഡി പ്രോട്ടീൻ അല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഈ കോഎൻസൈമും കൂടെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടാണ് പിന്നീട് ഇതൊരു ഹോളോ എൻസൈം എന്ന് പറഞ്ഞിട്ട് അത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. മെനി കോഎൻസൈംസ് ആർ വൈറ്റമിൻസ്. അപ്പോൾ മിക്ക കോഎൻസൈമുകളും വൈറ്റമിനുകളാണ്. നമ്മൾ അത് പിന്നീട് മറ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കും. എന്താണ് കോഎൻസൈംസ്? നിങ്ങൾ ബോട്ടണിയിലൊക്കെ ക്രബ് സൈക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കോഎൻസൈമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം നമ്മൾ ഓർത്തിരിക്കുക, കോഎൻസൈംസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് വിച്ച് ആർ നോട്ട് ഫേംലി ബൗണ്ട് ടു ദ അപ്പോ എൻസൈം. എപ്പോഴും ബൈൻഡ് ചെയ്തിരിക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അടുത്ത കോഎൻസൈമിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കാണ്. കോഎൻസൈംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്താ? അവരെല്ലാം വൈറ്റമിനുകളാണ് അല്ലേ. അതിന് ഉദാഹരണമാണ് നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് NAD. ഇതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കും. NAD എന്ന് പറയും.
ആൻഡ് NADP എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോഴാണ് അതിനെ NADP എന്ന് പറയുന്നത്. NADP കണ്ടെയ്ൻ ദ വൈറ്റമിൻ നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ അടങ്ങിയ ഒരു കോഎൻസൈമാണ് ഈ പറഞ്ഞ NADയും NADP എന്നും പറയുന്നത്. ഇത് രണ്ടും എന്തിന് ഉദാഹരണമാണ്? കോഎൻസൈംസിന് ഉദാഹരണമാണ്. ആ പേര് മാത്രം ഓർത്തിരിക്കുക. NADP is a coenzyme which contain the vitamin niacin. നിയാസിൻ എന്ന് പറയുന്നത് ബി വൈറ്റമിൻ ആണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ അകത്ത് വരുന്ന ഒരു വൈറ്റമിൻ ആണ് നിയാസിൻ. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ഒരു കോഫാക്ടറാണ് മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത്. എ നമ്പർ ഓഫ് എൻസൈം റിക്വയർ മെറ്റൽ അയോൺസ് ഫോർ ദർ ആക്ടിവിറ്റി. പല എൻസൈമുകൾക്കും ഈ പ്രോട്ടീൻ ഭാഗത്തിൻ്റെ കൂടെ ചില മെറ്റൽ അയോൺസ് കൂടി ഉണ്ടെങ്കിലേ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാറുള്ളൂ. മെറ്റൽ അയോൺസ് ഫോംസ് ദ കോർഡിനേഷൻ ബോണ്ട് വിത്ത് ദ സൈഡ് ചെയിൻ അറ്റ് ദ ആക്റ്റീവ് സൈറ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫോം വൺ ഓർ മോർ കോർഡിനേഷൻ ബോണ്ട് വിത്ത് ദ സബ്സ്ട്രേറ്റ്. അപ്പോൾ എൻസൈമിൻ്റെ ഒപ്പം അതിൻ്റെ സൈഡ് ചെയിനായിട്ട് എപ്പോഴും ഒരു മെറ്റൽ അയോൺസ്, ഇതിപ്പോൾ ഒരു എൻസൈമാണ്, എൻസൈമാണ്, അപ്പോൾ എൻസൈമിൻ്റെ സൈഡിൽ ഏതെങ്കിലും മെറ്റൽ അയോണുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ സിങ്ക്, കൊബാൾട്ട്, അങ്ങനെയുള്ള മഗ്നീഷ്യം, അങ്ങനെയുള്ള മെറ്റൽ അയോണുകൾ ഇതിൻ്റെ കൂട്ടത്തിൽ കാണും. അങ്ങനെ കൂട്ടത്തിൽ വരുന്ന തരം കോഫാക്ടറുകളെയാണ് നമ്മൾ മെറ്റൽ അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റൽ അയോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എൻസൈമിൻ്റെ പ്രവർത്തനം നേരെ നടക്കാറുള്ളൂ, അല്ലെങ്കിൽ ഈ എൻസൈമിൻ്റെ പ്രവർത്തനങ്ങളെ അത് അഫക്റ്റ് ചെയ്യും. അതാണ് മെറ്റൽ അയോൺസ് ഫോം ദ കോർഡിനേഷൻ ബോണ്ട് വിത്ത് സൈഡ് ചെയിൻ അറ്റ് ദ ആക്റ്റീവ് സൈറ്റിൻ്റെ സൈഡ് ചെയിനായിട്ട് വരികയും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഫോം വൺ ഓർ മോർ കോർഡിനേഷൻ ബോണ്ട് വിത്ത് ദ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇവർ സഹായിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിങ്ക് ഈസ് എ കോഫാക്ടർ ഫോർ ദ പ്രോട്ടിയോളിറ്റിക് എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ്. ഇതൊരു ഉദാഹരണമാണ്. സിങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മെറ്റലാണ് അല്ലേ. അപ്പോൾ ആ മെറ്റല്, അതായത് പ്രോട്ടിയോളിറ്റിക് എൻസൈമായ കാർബോക്സി പെപ്റ്റിഡേസിൻ്റെ പ്രോട്ടിയോളിറ്റിക് ആക്ടിവിറ്റിക്ക് സഹായിക്കുന്നത് ആരാണ്? സിങ്ക് ആണ്. സിങ്ക് ഈസ് ദ കോഫാക്ടർ. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച കോഫാക്ടർ എന്ന് പറയുന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ കോഫാക്ടേഴ്സ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ് എന്നുള്ളത് പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച എൻസൈംസിൻ്റെ അകത്തുനിന്ന് പല ക്വസ്റ്റ്യൻസും നമുക്ക് ഫൈനൽ എക്സാമിന് ചോദിക്കാറുണ്ട്. എൻസൈമുകളുടെ പ്രവർത്തനം, എൻസൈമുകളുടെ നേച്ചർ, അതുപോലെ തന്നെ ഇവിടെ ലാസ്റ്റ് നമ്മൾ പഠിച്ച കോഫാക്ടർ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ക്ലാസിഫിക്കേഷനും ചിലപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് നോട്ട് എഴുതി വെക്കുക. നോട്ട് ഈ എല്ലാം ഭാഗം കൂടെ നിങ്ങൾ എഴുതാതെ നമുക്ക് ക്വസ്റ്റ്യനെ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അനുസരിച്ച് ആൻസേഴ്സ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതോടുകൂടി ഈ നമ്മുടെ ഈ ലാസ്റ്റ് ഭാഗമായിരുന്നു ഇത്. ബയോ മോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ വെച്ച് തീരുകയാണ്.